കേട്ടോ കുഞ്ഞുങ്ങൾ രാത്രി രാത്രി കരച്ചിലായിരുന്നു. ഞാനും കേട്ടു മോള് കരയുന്നത്. അപ്പൊ അവള് എഴുന്നേറ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു മൃദുലയുടെ അച്ഛൻ്റേത്. ഹാർട്ട് അറ്റാക്ക് വന്ന് മൃദുലയുടെ അച്ഛൻ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഒരുവിധം എല്ലാവരും ഒന്ന് ഞെട്ടി. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ ആരായാലും ഒന്നും ഞെട്ടില്ലേ. കഴിഞ്ഞ ദിവസം വരെ പ്രവീണിന്റെ ബ്ലോഗിൽ അത്രയധികം സന്തോഷത്തോടെ കണ്ടൊരു വ്യക്തി കൂടിയാണ് മൃദുലയുടെ അച്ഛൻ. പ്രവീൺ എത്ര നല്ലൊരു മകനാണെന്നും ഭർത്താവാണെന്നും അച്ഛനാണെന്നും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ കാണുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം. ഒരു മകനില്ലാത്തതിന്റെ ഒരു കുറവും അറിയിക്കാതെയാണ് പ്രവീൺ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃദുലയുടെ അച്ഛൻ പോയത് ആ വീട്ടിലൊരു തീരാനഷ്ടം തന്നെയാണ്. അവരുടെ നെടുന്തൂടാണ്, എല്ലാത്തിനും അത്താണിയായി നിന്ന വ്യക്തി. എന്നാൽ ആ കുറവ് നികത്താനായില്ലെങ്കിലും അവിടെയുള്ള ആളുകളുടെ ഒന്ന് സമാധാനിപ്പിക്കാനും കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യാനും പ്രവീൺ മുന്നിൽ തന്നെയുണ്ട്. ആ അച്ഛൻ തന്റെ മകളെ ഏറ്റവും സന്തോഷപൂർവ്വം പ്രവീണിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വിട പറഞ്ഞത്. ആളും ബഹളവും എല്ലാവരും ബന്ധുക്കളും എല്ലാം ഒഴിഞ്ഞ് മൃദുലയുടെ വീട്ടിൽ മൃദുലയും പ്രവീണും സഹോദരിയും അമ്മയുമെല്ലാം ഇപ്പോൾ തനിച്ചാണ്. എല്ലാ കാര്യങ്ങളും പ്രവീൺ തന്നെയാണ് നോക്കേണ്ടതും. അവസാനമായി പ്രവീണിന്റെ അടുത്ത് നിന്ന് പോകുമ്പോഴും തന്റെ മകളെ ഏറ്റവും സന്തോഷത്തോടു കൂടി പ്രവീണിന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വിട പറഞ്ഞു പോയത്.